ഹലോ എവരി വൺ, വെൽക്കം ടു ഫ്രീ പീരിയഡ്. ഇന്ന് നമ്മൾ എടുക്കുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ 4ാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള റൈറ്റിംഗ് ഫോർ മീഡിയ എന്ന് പറയുന്ന ഭാഗത്തിൽ യൂണിറ്റ് സെക്കൻഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആൻഡ് സ്റ്റൈൽ ഓഫ് ജേർണലിസം ഇൻ കൺവേർജന്റ് ഫോർമാറ്റ് ഓൺലൈൻ എന്ന് പറയുന്ന ഭാഗമാണ്. യൂണിറ്റ് സെക്കൻഡ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, യൂണിറ്റ് സെക്കൻഡിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് ഡിജിറ്റൽ ഫസ്റ്റ് അപ്രോച്ച് എന്നുള്ളതാണ്. അതായത് നമ്മൾ ട്രഡീഷണൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഒരു റേഡിയോ അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ അല്ലെങ്കിൽ പ്രിന്റ് മീഡിയ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻഫർമേഷൻസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം ഗ്യാപ്പുകൾ അല്ലെങ്കിൽ ഇന്നത്തെ വാർത്തകൾ അറിയണം എന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ പത്രങ്ങൾ ഇറങ്ങുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ വേൾഡിലായി കഴിഞ്ഞതിന് ശേഷം ഇന്റർനെറ്റ് വഴി നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഇൻഫർമേഷൻസ് വളരെ പെട്ടെന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് ഡിജിറ്റൽ ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ ഡിജിറ്റൽ ഫസ്റ്റ് അപ്രോച്ചിനെ കുറച്ചും കൂടി ഡീപ്പറായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 7 പോയിന്റുകളാണ് പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ഇമ്മീഡിയറ്റ് പബ്ലിക്കേഷൻസ് എന്നുള്ളതാണ്. അതായത് ഓൺലൈൻ ജേർണലിസത്തിൽ ഓരോ ആർട്ടിക്കിൾസ് ആയിക്കോട്ടെ, റിപ്പോർട്ട്സുകൾ ആയിക്കോട്ടെ, അപ്ഡേറ്റുകൾ ആയിക്കോട്ടെ, അത് പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതായത് റിയൽ ടൈം ആയിട്ട് തന്നെ ഓരോ വാർത്തകൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് പോലെ തന്നെ റിയൽ ടൈം ആയിട്ട് തന്നെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതാണ് ഇമ്മീഡിയറ്റ് പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. രണ്ടാമത് എന്ന് പറയുന്നത് 24/7 അവൈലബിലിറ്റി എന്നുള്ളതാണ്. അതായത് ഇൻഫർമേഷൻസിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലോ റീഡേഴ്സിന് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 24 മണിക്കൂറും 7 ദിവസവും അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ഡിജിറ്റൽ ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ് ഓഡിയൻസ് എൻഗേജ്മെന്റ് എന്നുള്ളതാണ്. ഓഡിയൻസ് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഡിജിറ്റൽ ഫസ്റ്റ് ജേർണലിസം അത് നമുക്ക് സോഷ്യൽ മീഡിയാസ്, അതിലെ കമന്റ് സെക്ഷൻസ്, അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് ഫീച്ചേഴ്സുകൾ, അല്ലെങ്കിൽ പോളുകൾ, ഫീഡ്ബാക്കുകൾ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നൽകുന്നത് തുടങ്ങിയിട്ടുള്ള ഓഡിയൻസിന് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള സെഷൻസ് ഒക്കെ ഡിജിറ്റൽ ഫസ്റ്റ് അപ്രോച്ചിൽ ലഭ്യമാണ്. ആൻഡ് ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻസ് എന്നുള്ളതാണ്. മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസുകളായിക്കോട്ടെ, ഇമേജസ് ആയിക്കോട്ടെ, ഇന്ററാക്റ്റീവ് ഗ്രാഫിക്സുകൾ ആയിക്കോട്ടെ, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒന്നായിരിക്കും മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിജിറ്റൽ ആയിട്ട് നമ്മൾ വായിക്കുന്ന സമയം നമുക്ക് വീഡിയോസ് ആയിട്ടാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇമേജസ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ഗ്രാഫിക്കുകൾ ആയിട്ടാണെന്നുണ്ടെങ്കിലും നമുക്കിത് ലഭ്യമാണ്. അടുത്തത് ഫിഫ്ത്ത് പോയിന്റ് ഗ്ലോബൽ റീച്ച് എന്നുള്ളതാണ്. ഗ്ലോബൽ റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഇല്ലാതെ, അത്തരത്തിലുള്ള ബാരിയേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാ സ്ഥലങ്ങളിലോട്ടും, ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലോട്ടും വാർത്തകളും മറ്റ് സ്റ്റോറീസ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ എത്തിക്കാൻ ഡിജിറ്റൽ മീഡിയാസിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. സിക്സ്ത് പോയിന്റ് എന്ന് പറയുന്നത് അഡാപ്റ്റേഷൻ ടു ചേഞ്ചിങ് ട്രെൻഡ്സ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ, ടെക്നോളജിക്കൽ ആയിട്ടുള്ള എമർജിങ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ മാറ്റങ്ങൾ അതിൽ അഡോപ്റ്റ് ചെയ്യുന്നതിന്, അത് ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ ഫസ്റ്റ് അപ്രോച്ച് സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഉടനെ ചേഞ്ചുകൾ വരുത്തുന്നുണ്ട്. അടുത്തത് ബ്രേക്കിംഗ് ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ് എന്നാണ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് റിയൽ ടൈം അപ്ഡേറ്റ്സുകൾ, ബ്രേക്കിംഗ് ന്യൂസിന്റെ റിയൽ ടൈം അപ്ഡേറ്റ്സുകൾ, അല്ലെങ്കിൽ മേജർ ഇവന്റുകൾ, പൊളിറ്റിക്കൽ ഡെവലപ്മെന്റുകൾ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് തുടങ്ങിയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ ഫസ്റ്റ് അപ്രോച്ചിലൂടെ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയാസിലൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് നോക്കുന്നത് ഇമ്മീഡിയറ്റ് പബ്ലിക്കേഷൻസ് എന്നുള്ളതാണ്. അതായത് ഡിജിറ്റൽ ഫസ്റ്റ് അപ്രോച്ചിന്റെ ഒരു ഓൺലൈൻ ജേർണലിസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇമ്മീഡിയറ്റ് പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അതായത് വളരെ പെട്ടെന്ന് തന്നെ വാർത്തകളും മറ്റു കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? ഓഡിയൻസിന്റെ ഇടയിലോട്ട് അവർക്ക് അവൈലബിൾ ആയി കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിന് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ അതിന്റെ കീ ആസ്പെക്റ്റുകളായിട്ട് ഫസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് റിയൽ ടൈം റിപ്പോർട്ടിംഗ് എന്നുള്ളതാണ്. അതായത് റിയൽ ടൈം റിപ്പോർട്ടിംഗ് ആയി ഓൺ ദ സ്പോട്ടിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ എയിം എന്ന് പറയുന്നത് അവരുടെ ആർട്ടിക്കിൾസ് ആയിക്കോട്ടെ, അപ്ഡേറ്റുകൾ ആയിക്കോട്ടെ,
ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് പബ്ലിഷ് ചെയ്യണം എന്നുള്ളതായിരിക്കും. അതായത് റിയൽ ടൈം റിപ്പോർട്ടിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഓഡിയൻസിലോട്ട് വാർത്തകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും വളരെ പെട്ടെന്ന് തന്നെ. രണ്ടാമത്തെ പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, കണ്ടിന്യൂസ് അപ്ഡേറ്റ്സ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് പബ്ലിക്കേഷൻസ് എന്താണ്, കണ്ടിന്യൂസ് അപ്ഡേറ്റ്സും കൂടിയാണ്. അതായത് ഓൺലൈൻ ന്യൂസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ പെട്ടെന്ന് തന്നെ പുതിയ പുതിയ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളുടെ ഇടയിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും ആ വാർത്തയെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ അവർക്ക് ഓഡിയൻസിന്റെ ഇടയിലോട്ട് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുന്നു. അപ്പോൾ കണ്ടിന്യൂസ് അപ്ഡേറ്റ്സുകൾ ഉണ്ടായിരിക്കും. ലൈവ് റിപ്പോർട്ടിംഗ് ഉണ്ടായിരിക്കും. അതായത് ബ്ലോഗുകളായിക്കോട്ടെ, വീഡിയോ സ്ട്രീമിങ്ങൾ ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ അപ്ഡേറ്റ്സുകളിലായിക്കോട്ടെ, ലൈവായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട്സുകൾ കൊടുക്കും. ഇപ്പോൾ ഇലക്ഷൻസിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊട്ടസ്റ്റുകൾ, സമരങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്പോർട്സുകളൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ലൈവായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അടുത്തത് പുഷ് നോട്ടിഫിക്കേഷൻസ് എന്നുള്ളതാണ്. അതായത് നമുക്ക് ബ്രൗസേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൊബൈലിലെ ആപ്പുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ടൊക്കെ നമുക്ക് വരാറുണ്ട്. അതാണ് പുഷ് നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് പോയിന്റ്, റാപ്പിഡ് വെരിഫിക്കേഷൻസ് എന്നുള്ളതാണ്. അതായത് ഇമ്മീഡിയറ്റ് പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഓൺലൈൻ ജേർണലിസ്റ്റുകൾ എന്ത് ചെയ്യും, ഈ അക്യുറേറ്റ് ആണോ എന്നുള്ള കാര്യത്തിന് ഒരു പ്രയോറിറ്റി നൽകും. അതായത് കൃത്യമാണോ വാർത്ത എന്നുള്ളത്, അതിന് വളരെ പെട്ടെന്ന് തന്നെ വാർത്ത ശരിയാണ് എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും. അതാണ് റാപ്പിഡ് വെരിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അടുത്ത മൾട്ടിമീഡിയ സ്റ്റോറി ടെല്ലിംഗ് ആണ്. നമ്മൾ നേരത്തെ നോക്കിയത് തന്നെയാണ്. വീഡിയോസ്, ഇമേജസ്, ഇൻഫോഗ്രാഫിക്സ് തുടങ്ങിയുള്ള കാര്യങ്ങൾ വഴി വാർത്തകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. അതാണ് മൾട്ടിമീഡിയ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. ആൻഡ് സെവൻത്ത് പോയിന്റ് എന്ന് പറയുന്നത് ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ റിപ്പോർട്ടിംഗ് എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഒരു ഡിസാസ്റ്റർ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ വയനാട് സ്ഥലങ്ങളിലുള്ള ദുരന്തങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവിടെ അപ്പോൾ നമുക്ക് ഈ ക്രൈസിസ് മാനേജ്മെന്റിന്റെ സമയത്ത് നമുക്ക് ഓൺലൈൻ ന്യൂസ് പ്ലാറ്റ്ഫോംസ് വഴി ഇതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവാക്യുവേഷൻസിന്റെ സമയമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് എന്തെങ്കിലും സർവീസുകൾ നൽകണം, അല്ലെങ്കിൽ റിലീഫ് എഫേർട്ടുകൾ നൽകണം, എന്തെങ്കിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് ഇമ്മീഡിയറ്റ് പബ്ലിക്കേഷൻസ്, അതായത് ഈ ഡിജിറ്റൽ മീഡിയ വഴി നമുക്ക് സാധിക്കുന്നുണ്ട്. ഗ്ലോബൽ റീച്ച് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. നയൻത്ത് പോയിന്റ്, കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് ഫീഡ്ബാക്കുകൾ, അതുപോലെ തന്നെയുള്ള റീഡേഴ്സിന് അവർക്ക് ആർട്ടിക്കിൾസിന് കമന്റ് ഒക്കെ ചെയ്യാൻ കഴിയുന്ന രീതിയിലൊക്കെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഓൺലൈൻ ജേർണലിസത്തിന് അല്ലെങ്കിൽ ഡിജിറ്റൽ ഫസ്റ്റ് അപ്രോച്ചിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 24/7 അവൈലബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 ദിവസങ്ങളിലും 7 ആഴ്ചകളിലും 24 മണിക്കൂറുകളിലും നമുക്ക് എന്ത് ചെയ്യാം, ലഭ്യമാവുന്നതാണ് എന്തെന്ന് പറയുന്നത്. 7 ദിവസങ്ങളും 24 മണിക്കൂറും നമുക്ക് ലഭ്യമാവുന്നതാണ് എന്തെന്ന് പറയുന്നത് 24/7 അവൈലബിലിറ്റി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇൻസ്റ്റന്റ് ആക്സസ് എന്നുള്ളതാണ്. നമുക്ക് ഇന്റർനെറ്റിന്റെ സൗകര്യം വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ റീഡേഴ്സിന് ആർട്ടിക്കിൾസോ വീഡിയോസോ അപ്ഡേറ്റുകളോ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും അവരുടെ സൗകര്യപ്രദം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ഗ്ലോബൽ റീച്ച് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ആയിട്ടുള്ള ന്യൂസ് ഇവന്റുകളാണ്, അല്ലെങ്കിൽ എമർജൻസീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന ഡെവലപ്മെന്റുകളാണ് എന്തെന്ന് പറയുന്നത് ബ്രേക്കിംഗ് ന്യൂസുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്രേക്കിംഗ് ന്യൂസുകളൊക്കെ പെട്ടെന്ന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അടുത്തത് ഓഡിയൻ കൺവീനിയൻസ് എന്നുള്ളതാണ്. ഓഡിയൻ കൺവീനിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഡിയൻസിന്റെ എപ്പോഴാണ് അവർക്ക് താല്പര്യമുള്ളത് ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അവരുടെ താല്പര്യമുള്ള സമയങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. അതാണ് ഓഡിയൻസ് കൺവീനിയൻസ് എന്ന് പറയുന്നത്. അടുത്ത ടൈം സോൺ കൺസിഡറേഷൻസ് എന്നുള്ളതാണ്. അതായത് ടൈം സോൺ കൺസിഡറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സമയങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ജോഗ്രഫിക്കൽ ഏരിയയിൽ നിൽക്കുന്ന സമയത്ത് അവിടെ സമയങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ എന്നാലും റിയൽ ടൈം ആയിട്ട് തന്നെ ഈ അപ്ഡേഷൻസ് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. കണ്ടിന്യൂസ് അപ്ഡേറ്റ്സുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ലൈവ് കവറേജ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് സ്പോർട്സിന്റെ ഡിബേറ്റുകളോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലൈവായിട്ട് തന്നെ ചെയ്യാൻ കഴിയും. ഓഡിയൻസ് എൻഗേജ്മെന്റ് എന്ന് പറയുന്ന പോയിന്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഡിജിറ്റൽ ഡെലിവറി ചാനൽസ് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഡിജിറ്റൽ ഡെലിവറി ചാനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് വെബ്സൈറ്റുകൾ, മൊബൈൽ ആപ്പുകൾ, ഇമെയിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് തുടങ്ങിയ വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അവൈലബിൾ ആവും. അതായത് ഓൺലൈൻ റിപ്പോർട്ടിംഗ്, ഓൺലൈൻ ജേർണലിസങ്ങൾ, ഡിജിറ്റൽ ഫസ്റ്റ് അപ്രോച്ച് ഒക്കെ നമുക്ക് അവൈലബിൾ ആവും. ഓക്കെ, ഇനി അടുത്തത് ലൈവ് റിപ്പോർട്ടിംഗ് എന്നുള്ളതാണ്. ലൈവ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു ജേർണലിസമാണ് ലൈവ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. റിയൽ ടൈം കവറേജും കൂടിയാണ്. ഒരു ഇവന്റിന്റെ അല്ലെങ്കിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസിന്റെ റിയൽ ടൈം ആയിട്ടുള്ള കവറേജ് ആണ് എന്തെന്ന് പറയുന്നത്, ലൈവ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ റിയൽ ടൈം എൻഗേജ്മെന്റ് ആയിരിക്കും. മീൻസ് ഒരു ഇവന്റ് നടക്കുന്ന ആ കൃത്യമായിട്ടുള്ള സമയത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഷൂട്ട് ചെയ്യുന്നത്, അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതാണ് റിയൽ ടൈം കവറേജ് എന്ന് പറയുന്നത്. വെബ്സൈറ്റുകളിലൂടെയോ സോഷ്യൽ മീഡിയാസിലൂടെയോ അല്ലെങ്കിൽ ബ്ലോഗുകൾ, വീഡിയോ സ്ട്രീംസുകൾ തുടങ്ങിയ വഴികളിലൂടെ നമ്മൾ എന്ത് ചെയ്യും, അത് ജനങ്ങളിലേക്ക് എത്തിക്കും. ഇവന്റ് കവറേജ് എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇപ്പോ എന്ത് ചെയ്യും, പൊളിറ്റിക്കൽ ഡിബേറ്റുകൾ നടക്കുകയാണ്, സ്പോർട്സ് മാച്ചുകൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇലക്ഷൻസ്, പ്രൊട്ടസ്റ്റുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിന്നായിരിക്കും, അതായത് ആ ഇവന്റ് നടക്കുന്ന സ്ഥലങ്ങൾ മൊത്തമായിട്ട് ഇത് കവർ ചെയ്യുന്നുണ്ടായിരിക്കും. അടുത്തത് മൾട്ടിപ്പിൾ ഡിജിറ്റൽ ചാനൽസ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് റിപ്പോർട്ടിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് ബ്ലോഗുകൾ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഇത് റിപ്പോർട്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് വഴി ഇത് ലൈവായിട്ട് നമുക്ക് സ്ട്രീം ചെയ്യാൻ കഴിയും. അപ്പൊ പല രീതികളിലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇത് ലൈവായിട്ട് സ്ട്രീം ചെയ്യാൻ കഴിയും. അടുത്ത യൂസർ ഇന്ററാക്ഷൻസ് എന്നുള്ളതാണ്. ഫീഡ്ബാക്ക് സിസ്റ്റം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ യൂസർ ഇന്ററാക്ഷൻ, അതായത് ലൈവ് ഇവന്റ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ലൈവായിട്ടുള്ള കമന്റ് സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താനൊക്കെ ഇതിൽ സാധിക്കുന്നുണ്ട്. ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻസ് എന്നുള്ളതാണ്. അതായത് ചില ന്യൂസ് ഇവന്റുകൾ അല്ലെങ്കിൽ പ്രസ് കോൺഫറൻസ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഡിയൻസിന് ഈ പോളുകളിലൂടെ, സർവേകളിലൂടെ ഒക്കെ ഇതിൽ പങ്കെടുക്കാനുള്ള, ലൈവ് റിപ്പോർട്ടിങ്ങിലൊക്കെ പങ്കെടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, സെവൻത്ത് പോയിന്റ് എന്ന് പറയുന്നത് എൻഹാൻസ്ഡ് ട്രാൻസ്പെറൻസി എന്നുള്ളതാണ്. അതായത് സുതാര്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. മീൻസ് നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ലൈവ് ഇവന്റ് കാണുന്ന സമയത്ത് ഇതിൽ എത്രത്തോളം വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഗ്ലോബൽ ആക്സസിബിലിറ്റി എന്നുള്ളത് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. അഡാപ്റ്റേഷൻ ഓഫ് എമർജിംഗ് പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ രീതിയിലുള്ള പ്ലാറ്റ്ഫോംസുകൾ, ഉദാഹരണത്തിന് നമുക്ക് ഇൻസ്റ്റാഗ്രാം ലൈവുകൾ, ക്ലബ് ഹൗസുകൾ തുടങ്ങിയിട്ടുള്ള മെറ്റയുടെ പുതിയ രീതിയിലുള്ള ആപ്പുകൾ കാര്യങ്ങളൊക്കെ, ത്രെഡ് എന്ന് പറയുന്ന ആപ്പുകൾ കാര്യങ്ങളൊക്കെ, ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ കഴിയും. അടുത്തത് എത്തിക്കൽ കൺസിഡറേഷൻസ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ലൈവ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, കൺസിഡറേഷൻ ചെയ്യണം. കാരണം നമുക്ക് ഒരു ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒതന്റിക് ആയിട്ടുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഫെയർനെസ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള, പ്രൈവസി ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ ലൈവ് കവറേജിൽ കൊടുക്കേണ്ടത്. അതാണ് എത്തിക്കൽ കൺസിഡറേഷൻസ് എന്ന് പറയുന്നത്. അടുത്തത് മൾട്ടിമീഡിയ സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളതാണ്. ഇപ്പൊ മൾട്ടിമീഡിയ സ്റ്റോറി ടെല്ലിംഗ് നമുക്ക് അറിയാം എന്താണ്. നമ്മൾ വീഡിയോസ്, ഓഡിയോസും തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വഴി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, മൾട്ടിമീഡിയ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തത് വിഷ്വൽ കണ്ടന്റുകൾ എന്നുള്ളതാണ്. വിഷ്വൽ കണ്ടന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജുകൾ, ഫോട്ടോഗ്രാഫ്സുകൾ, ഗ്രാഫിക്സുകൾ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് വിഷ്വൽ കണ്ടന്റ്. അപ്പൊ ഈ വിഷ്വൽ കണ്ടന്റിൽ എന്ത് ചെയ്യും, ഇവർക്ക് ഒന്നുകൂടി ഈ സ്റ്റോറി ടെല്ലിംഗ് പ്രോസസ്സുകൾ അല്ലെങ്കിൽ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അടുത്തത് വീഡിയോസ് ആൻഡ് വീഡിയോ റിപ്പോർട്ടിംഗ് എന്നുള്ളതാണ്. അതായത് മൾട്ടിമീഡിയ സ്റ്റോറി ടെല്ലിംഗിന്റെ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്തെന്ന് പറയുന്നത്, വീഡിയോസ് എന്ന് പറയുന്നത്. അതായത് ഈ വീഡിയോസ്, നമുക്ക് വീഡിയോ കണ്ടന്റുകൾ പല രീതിയിലുള്ള പർപ്പസുകൾ ഉണ്ട്. അതായത് ബ്രേക്കിംഗ് ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, ഫീച്ചർ സ്റ്റോറീസ്, ഇന്റർവ്യൂസ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് വീഡിയോസ് ഉൾപ്പെടുത്താം. ഈ വീഡിയോസ് ഉൾപ്പെടുത്തുന്ന സമയത്ത് എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള കൃത്യമായിട്ട് ജനങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ഇന്ററാക്റ്റീവ് ഗ്രാഫിക്സ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പുകൾ, ചാർട്ടുകൾ, ഡാറ്റ വിഷ്വലൈസേഷൻസ്, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ഡാറ്റാസ് അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വിഷ്വലൈസ് ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങളാണ്
ഇന്ററാക്റ്റീവ് ഗ്രാഫിക്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു റീഡർ ഫ്രണ്ട്ലി മാനറിലായിരിക്കണം നമ്മൾ ഇന്ററാക്റ്റീവ് ഗ്രാഫിക്സുകൾ കൊടുക്കേണ്ടത്. അതായത് കാണുന്ന ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം. അടുത്ത പോഡ്കാസ്റ്റ് ആൻഡ് ഓഡിയോ സ്റ്റോറീസ് എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ രീതിയിലുള്ള ഒന്നാണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോറി ടെല്ലിങ് പോഡ്കാസ്റ്റിലും ഓഡിയോ സ്റ്റോറീസ് ആയിട്ടും കൊടുക്കണം. അപ്പോൾ ജേർണലിസ്റ്റുകൾക്ക് അത് കൃത്യമായിട്ട് ഇപ്പോൾ ഇന്റർവ്യൂസ് ആയിക്കോട്ടെ, എന്തെങ്കിലും നരേറ്റീവ്സ് ആയിക്കോട്ടെ, ഇൻഡെപ്ത് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ആയിക്കോട്ടെ, ഇതൊക്കെ ആളുകൾക്ക് കേൾക്കാൻ ഇതിലൂടെ സാധിക്കും. ഇൻഫോഗ്രാഫിക്സ് എന്നുള്ളതാണ്. ഇൻഫോഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആളുകൾക്ക് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഫോർമാറ്റിൽ ഓരോ കാര്യങ്ങൾ മാറ്റുക എന്നുള്ളതാണ് ഇൻഫോഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സുകളായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇല്ലുസ്ട്രേറ്റ് ചെയ്യുക, വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു ഡാറ്റാസ് അത് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക തുടങ്ങിയിട്ടുള്ളതാണ് ഇൻഫോഗ്രാഫിക്സ് എന്ന് പറയുന്നത്. അടുത്തത് ലൈവ് സ്ട്രീം ആൻഡ് സോഷ്യൽ മീഡിയ എന്നുള്ളതാണ്. ലൈവ് സ്ട്രീം ആൻഡ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിമീഡിയ സ്റ്റോറി ടെല്ലിങ്ങിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ലൈവ് സ്ട്രീംസ് ആൻഡ് സോഷ്യൽ മീഡിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് റിയൽ ടൈം അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ ഓഡിയൻസിന് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ യൂസർ ജനറേറ്റഡ് കണ്ടന്റ്സ് എന്നുള്ളതാണ് അടുത്തത്. യൂസർ ജനറേറ്റഡ് കണ്ടന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീഡേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഫോട്ടോസ്, വീഡിയോസ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് യൂസർ ജനറേറ്റഡ് കണ്ടന്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ആളുകൾക്ക് അവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. അടുത്തത് വിർച്വൽ റിയാലിറ്റി ആൻഡ് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്നുള്ളതാണ്. പുതിയ എമർജിംഗ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് വിർച്വൽ റിയാലിറ്റി ആൻഡ് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. വിർച്വൽ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്ലാസ് അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് മുമ്പിലായിട്ട് ഒരു ബോക്സ് വെച്ചുകൊണ്ട് നമ്മൾ പുതിയൊരു വേൾഡിലേക്ക് കിടക്കുന്നതാണ് വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴുള്ള നാച്ചുറൽ ആയിട്ടുള്ള നമ്മളുടെ ഈ സിറ്റുവേഷനെ അതൊന്നുകൂടി ബൂസ്റ്റ് ചെയ്യുക, അതിൽ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നതാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ ടെലിവിഷൻ ചാനലിലൊക്കെ കാണുമ്പോഴുള്ള ഓരോ ഗ്രാഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. അത് കണ്ണിന്റെ മുമ്പിൽ വന്നിട്ട് നമ്മൾ ഒരു ബോക്സ് വഴി കാണുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 360 ഡിഗ്രി എൻവിറോൺമെന്റിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അതാണ് വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ഹൈപ്പർ ലിങ്ക്സ് ആൻഡ് ആട്രിബ്യൂഷൻസ് എന്നുള്ളതാണ്. ഹൈപ്പർ ലിങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഒന്നിൽ നിന്നുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഡാറ്റാസ് നൽകുന്ന സമയത്ത് അതിന്റെ ഒതന്റിക് ആയിട്ടുള്ള ലിങ്കുകളാണ് എന്തെന്ന് പറയുന്നത്, ഈ ഹൈപ്പർ ലിങ്ക്സുകൾ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തത് പ്രൊവൈഡിങ് കോണ്ടെക്സ്റ്റ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡീഷണൽ ആയിട്ടുള്ള ഇപ്പൊ നിങ്ങളൊരു വെബ്സൈറ്റിൽ നിങ്ങളൊരു വാർത്ത തയ്യാറാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ലഭിച്ചുള്ള ഡാറ്റ ഈ വെബ്സൈറ്റിൽ നിന്നാണ്. ആ വെബ്സൈറ്റിന് ലിങ്കും കൂടി നിങ്ങൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ റീഡേഴ്സിന് ഒന്നുകൂടി ആ കാര്യത്തെക്കുറിച്ച് റെഫറൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കാനൊക്കെ ആളുകൾക്ക് സാധിക്കും. അതാണ് പ്രൊവൈഡിങ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. സൈറ്റിംഗ് സോഴ്സസ് എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ന്യൂസ് സ്റ്റോറിന്റെ ക്രെഡിറ്റുകൾ കാര്യങ്ങളൊക്കെ ഒരു ആട്രിബ്യൂഷൻ ആണത്. നമുക്ക് ഒരു സ്റ്റോറിയുടെ ഒരു ക്രെഡിറ്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, ഒരു ജേർണലിസത്തിന്റെ എത്തിക്സുകളും ട്രാൻസ്പെറൻസിയും അവിടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ സൈറ്റിംഗ് സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അടുത്ത ലിങ്കിങ് ടു പ്രൈമറി സോഴ്സസ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം, ആദ്യത്തെ വിവരമാണ് എന്തെന്ന് പറയുന്നത് ഇൻഫർമേഷനാണ് പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. ആ പ്രൈമറി സോഴ്സിന്റെ ലിങ്ക് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുമായി കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അടുത്തത് കറക്റ്റിംഗ് എറേഴ്സ് ട്രാൻസ്പെറന്റ്ലി എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു മറ്റൊരു വെബ്സൈറ്റിന്റെ ഡാറ്റ എടുത്തിട്ടാണ് നിങ്ങൾ ഇതിൽ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ തെറ്റുകൾ വരാതിരിക്കാനുള്ള ചാൻസുകൾ കുറവാണ്. മാത്രമല്ല നിങ്ങൾക്ക് അത് റീഡേഴ്സിന് അത് പരിശോധിക്കാനുള്ള ഒരു സുതാര്യതയും കൂടി ഇതിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് പ്ലാജറിസം എന്നുള്ളതും കൂടിയുണ്ട്. പ്ലാജറിസം ഒഴിവാക്കപ്പെടുന്നുണ്ട്. 5th പോയിന്റ് അവോയ്ഡിങ് പ്ലാജറിസം എന്നുള്ളതാണ്. മീൻസ് നമ്മൾ ഒരു സൈറ്റിന്റെ അവര് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം നമ്മൾ മോഷ്ടിക്കപ്പെടുന്നില്ല, അവർക്ക് അതിനുള്ള എല്ലാ ക്രെഡിറ്റും നമ്മൾ ഇതിലൂടെ കൊടുക്കുന്നുണ്ട്. ഒരു എത്തിക്കൽ ആയിട്ടുള്ള വയലേഷൻസ് നമ്മൾ നടത്തുന്നില്ല. അടുത്ത എൻഹാൻസിങ് ക്രെഡിബിലിറ്റി എന്നുള്ളതാണ്. അതായത് ഹൈപ്പർ ലിങ്ക്സുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിലൂടെ ഒരു ന്യൂസ് ആർട്ടിക്കിൾസിന്റെ ക്രെഡിബിലിറ്റി ഇതിലൂടെ വർദ്ധിപ്പിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്
റീഡർ ഇന്ററാക്ഷൻസ് എന്നുള്ളതാണ്. റീഡർ ഇന്ററാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമന്റ് സെക്ഷൻ പോലെയുള്ള കാര്യങ്ങളാണ് റീഡർ ഇന്ററാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നാമത് നമുക്ക് അതിലെ കമന്റ് സെക്ഷൻസ് നമുക്ക് ലഭ്യമാവും, നമുക്ക് കമന്റുകൾ എഴുതാം, നമ്മുടെ ഒപ്പീനിയൻസ്, തോട്ടുകൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. പോൾസും സർവീസുകൾ ഉണ്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ എസ് ഓർ നോ തുടങ്ങിയുള്ള ക്വസ്റ്റ്യൻസ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും പോൾസ് ആൻഡ് സർവീസിൽ. ഇതൊരു ഇന്ററാക്റ്റീവ് എലമെന്റ് ആണ്, അതായത് ഓഡിയൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇതിൽ സാധിക്കുന്നുണ്ടായിരിക്കും. യൂസർ ജനറേറ്റഡ് കണ്ടന്റ്സ് എന്നുള്ളതാണ് അടുത്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡേഴ്സിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടന്റുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും, ഫോട്ടോസ്, വീഡിയോസ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ അവർക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. സോഷ്യൽ മീഡിയ എൻഗേജ്മെന്റ് എന്നുള്ളതാണ് ഫോർത്ത് പോയിന്റ്. അതായത് ഇവര് ഈ ഓൺലൈൻ മീഡിയാസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം എന്താണ് ആക്റ്റീവ് ആണ്. കാരണം അവര് കമന്റുകൾ അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, റീഡേഴ്സിന് അവരുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇതിലൂടെ സഹായിക്കുന്നുണ്ട്. Q&A സെക്ഷൻ ആൻഡ് ആസ്ക് ദ എക്സ്പേർട്ട് എന്ന് പറയുന്ന സെക്ഷൻസ് ഉണ്ടായിരിക്കും. Q&A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്നുള്ളതാണ്. അതായത് ആസ്ക് ദ എക്സ്പേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കാര്യത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളോട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ അതിനുള്ള മറുപടികൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇതിൽ ഓഡിയൻസിന് വേണ്ടിയിട്ടുണ്ടായിരിക്കും. അടുത്തത് ഇന്ററാക്റ്റീവ് മൾട്ടിമീഡിയ എന്നുള്ളതാണ്. മീൻസ് ഗ്രാഫിക്സുകൾ, ഡാറ്റ വിഷ്വലൈസേഷൻസ്, വിർച്വൽ ആയിട്ടുള്ള ടൂറുകൾ. അതായത് നമുക്ക് ഓരോ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സന്ദർശിക്കുന്ന പോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് റീഡേഴ്സിനെ സന്ദർശിക്കാനും അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. അടുത്തത് ക്രൗഡ് സോഴ്സിങ് ആൻഡ് സിറ്റിസൺ ജേർണലിസം എന്നുള്ളതാണ്. മീൻസ് നമുക്ക് ആളുകൾക്ക് തന്നെ, റീഡേഴ്സിന് തന്നെ അവർക്ക് ഇൻഫർമേഷൻസ്, റിസർച്ചുകൾ, ഡാറ്റ തുടങ്ങിയുള്ള കാര്യങ്ങൾ, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ ഓരോ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഇതിലൂടെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതാണ് ക്രൗഡ് സോഴ്സിങ് ആൻഡ് സിറ്റിസൺ ജേർണലിസം എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത പോയിന്റ്, 8th പോയിന്റ് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് മെക്കാനിസം എന്നുള്ളതാണ്. അതായത് നമുക്ക് ഫീഡ്ബാക്കുകൾ കൊടുക്കാം, നിങ്ങൾക്ക് വാർത്തകളെ കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റിപ്പോർട്ട് ആൻഡ് എറർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾ ഏതാണ് പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്ന അവർക്ക് നിങ്ങൾക്ക് അറിയിക്കാൻ, ഇതൊരു മിസ്ലീഡ് ചെയ്യപ്പെടുന്ന ഇൻഫർമേഷൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഓഡിയൻസിനെ അറിയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ലൈവ് ചാറ്റ് ആൻഡ് വെബിനാർസ് എന്നുള്ളതാണ് ലാസ്റ്റ് പോയിന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ലൈവായിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ റിയൽ ടൈം ആയിട്ട് ക്വസ്റ്റ്യനുകൾ ചോദിക്കാനും അതുപോലെ തന്നെ ഡിസ്കഷൻസിൽ പങ്കെടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. ഇതാണ് ലൈവ് ചാറ്റ് ആൻഡ് വെബിനാർസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫോർത്ത് ഭാഗത്തിന്റെ 4ാമത്തെ ബ്ലോക്കിന്റെ 3ാമത്തെ യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.